ഇനി കോഴിക്കോട്ടേക്കാണ്. കുന്നമംഗലത്ത് വയോധികയുടെ 1.5 പവന്റെ സ്വർണ്ണമാല കവർന്ന കേസിലെ പ്രതി പിടിയിലായിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് സ്നാച്ചർ എന്നറിയപ്പെടുന്ന ചേവായൂർ സ്വദേശി ഷഹനൂബാണ് പിടിയിലായത്. ബൈക്കിലെത്തിയ പ്രതി മാല പിടിച്ച് പറിക്കുകയായിരുന്നു. ശരത്ത് എസ് വിവരങ്ങൾ നൽകും. ശരത്ത്, ഈ ഒരു മോഷണം എപ്പോഴാണ് നടന്നത്? എക്സിക്യൂട്ടീവ് സ്നാച്ചർ ഒരു വെറൈറ്റി പേരാണ്. എങ്ങനെയാണ് ഇയാൾക്ക് ഈ ഒരു പേര് ലഭിച്ചത്? ഇയാൾ എങ്ങനെയാണ് പിടികൂടാൻ സാധിച്ചത്? എവിടെ നിന്നാണ് പിടികൂടിയത്? ഷിയാസ്, അതായത് പലതരത്തിലുള്ള കള്ളന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ മാന്യനായ കള്ളൻ എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്. അത്തരത്തിലുള്ളൊരു മോഷ്ടാവിൻ്റെ കഥ കൂടിയാണ് ഈ കേസിൽ തെളിയുന്നത്. അതായത് എക്സിക്യൂട്ടീവ് സ്നാച്ചർ എന്നാണ് പ്രതി അറിയപ്പെടുന്നത്. അതായത് ചത്തമംഗലം സ്വദേശിനി ഷനൂബാണ് ഈ മോഷണം നടത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് വയോധിക ആശുപത്രിയിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. ഇതിനിടയിൽ ബൈക്കിൽ വന്ന പ്രതി വഴി ചോദിക്കുന്നു. പിന്നീട് വഴി ചോദിച്ച ശേഷം അദ്ദേഹം മടങ്ങുകയും തൊട്ടപ്പുറം അല്പം മുന്നോട്ട് പോയ ശേഷം വീണ്ടും വാഹനം തിരിച്ചു വരികയും പിന്നാലെ ഈ വയോധികയുടെ കഴുത്തിലുണ്ടായിരുന്ന 1.5 പവന്റെ സ്വർണ്ണമാല പിടിച്ചു പറിച്ച ശേഷം മോഷ്ടാവ് രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. പിന്നീട് ഇവർ കുന്നമംഗലം പോലീസിൽ പരാതി നൽകുകയും ശേഷം CCTV അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് സ്നാപ്പർ എന്നറിയപ്പെടുന്ന ഷനൂബാണ് പിടിയിലായത്. ഇയാൾ കോഴിക്കോട് തന്നെ മറ്റൊരു ഹോട്ടലിൽ മാനേജറായി ജോലി ചെയ്യുകയാണ്. നേരത്തെ തന്നെ ഇയാൾക്കെതിരെ നിരവധി മോഷണ കേസുകളുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇത്തരത്തിൽ വേഷവിധാനത്തിലൊക്കെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കാണ് ഇയാൾ കീപ്പ് ചെയ്യാറ്. അങ്ങനെ എക്സിക്യൂട്ടീവ് ലുക്കിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഇത്തരത്തിൽ മോഷ്ടാവാണെന്ന് ശ്രദ്ധിക്കില്ല. സാധാരണ മോഷ്ടാവിൻ്റെ വേഷത്തിലല്ല ഇയാൾ എത്താറുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത രീതിയിലെത്തി മോഷണം നടത്തി കടന്നു കളയുന്നതാണ് ഇയാളുടെ രീതി. എന്തായാലും ഇയാൾ ഇപ്പോൾ കുന്നമംഗലം പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. ശരി ശരത്ത്, കണ്ടാൽ മാന്യനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന എക്സിക്യൂട്ടീവ് സ്നാച്ചർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പെരുംകള്ളൻ 1.5 പവന്റെ മാല മോഷ്ടിക്കുന്നു. പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്.